കുറേയധികം കാര്യങ്ങൾ മിക്സ്ഡായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ അത് പ്രിപ്പയർ ചെയ്തേക്കുന്നു. ഇതെങ്ങനെ ഗ്രഹിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് അവകാശപ്പെടാൻ നമുക്ക് ഒരു ശ്രേഷ്ഠതയും ഒരിടത്തും ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ വിശ്വസിക്കുന്ന സഭയോ നമ്മളായിരിക്കുന്ന സമൂഹമോ നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയോ ഇതിലൊന്നും അഭിമാനിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റാരോടെങ്കിലും നമുക്ക് നമ്മെപ്പറ്റി പുകഴാനും, പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിൽ ആരോടെങ്കിലും പുകഴാനും ഒന്നുമില്ല. വേണമെങ്കിൽ യഹോവ സാക്ഷിയോട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ തർക്കമുള്ളത്. ഒരു തർക്കത്തിലോട്ട് കൊണ്ടുപോകാനല്ല, പ്രത്യേകിച്ച് ഒരു വിമർശനത്തിനുമല്ല, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്, മനസ്സിലാക്കിക്കാൻ. ഒന്ന്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ മെഗാ ചർച്ചുകളെക്കുറിച്ച്. ഏറ്റവും വലിയ ചർച്ചയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ജോയൽ ഓസ്റ്റിൻ്റെ ചർച്ചാണ്. ആ ബിൽഡിംഗ് വൈസായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് $70 മില്യൺ ചിലവാക്കിയാണ് അത് പുതുക്കി പണിഞ്ഞത്. അവിടെ 50,000-ൽ പരം കസേരകൾ ഇപ്പോൾ ഒഴിഞ്ഞു നടക്കും. ആ മാതൃകയുടെ പ്രശ്നമായിരുന്നു. കാരണം ഒരു സമൃദ്ധിയുടെ സുവിശേഷം ജനത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ച് അവർക്ക് വേണ്ടാത്ത ഒരു പ്രലോഭനങ്ങൾ നൽകി ജനത്തെ ആകർഷിച്ച് കൊണ്ടുപോയ കാലഘട്ടം പെട്ടെന്ന് അവസാനിച്ചു. ഇനി ഇതിലും ശക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഇതുവരെ ഒന്നൊന്നുമല്ല കേട്ടോ. അമേരിക്കയിൽ എന്നല്ല, ലോകമെമ്പാടും മെഗാ ചർച്ചുകളെല്ലാം ഈ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുക, വംശനാശം. അതിന് പല കാരണങ്ങളുമുണ്ട്. അടിസ്ഥാന കാരണം ഞാൻ പറയാൻ ആഗ്രഹിച്ച കാരണം, അതിനു മുമ്പ് ഈ ഒരു ഉദാഹരണം കൂടെ കേട്ടിരിക്കണം. റിക്ക് വാറൻ എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്നും പർപ്പസ് ഡ്രിവൺ ചർച്ച് എന്നും പറഞ്ഞ് 2 പുസ്തകം എഴുതി കോടികൾ വിറ്റതാണ്. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ അത്ര നല്ല പുസ്തകമാണ്. എൻ്റെ ഇരിപ്പുണ്ട് പർപ്പസ് ഡ്രിവൺ ലൈഫ്, പർപ്പസ് ഡ്രിവൺ ചർച്ചും എൻ്റെ ഇരിപ്പുണ്ട്. ഇത് നല്ല പുസ്തകം എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല പുസ്തകങ്ങളാണ്. ദൈവവചനത്തെ മനസ്സിലാക്കാൻ, ക്രിസ്തുവിനെ മനസ്സിലാക്കാനൊക്കെ പറ്റിയ, പ്രത്യേകിച്ച് ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അത് ബഹറിൽ വന്ന് ആദ്യം ക്ലാസ് എടുത്തൊരു മനുഷ്യൻ, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതല്ല, പക്ഷേ ആ ക്ലാസ് എടുത്ത മനുഷ്യൻ ഈ പുസ്തകം എടുത്തു വെച്ചേച്ച് ഒരു 5 മിനിറ്റ് കരഞ്ഞിട്ടാണ് ഇദ്ദേഹം ആദ്യത്തെ ക്ലാസ് തുടങ്ങിയത്. അത്രത്തോളം അദ്ദേഹത്തെ സ്വാധീനിച്ചൊരു പുസ്തകം. അത് എഴുതിയ മനുഷ്യൻ ഭയങ്കര റിസർച്ച് നടത്തിയിട്ടാണ് സഭ ആരംഭിച്ചത്. ഞാൻ ആ ചരിത്രം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ പ്രിവ്യസിൽ എങ്ങനെയാണെന്ന് തോന്നുന്നത് എഴുതിയിട്ടുണ്ട്. വേദപുസ്തക പഠനം കഴിഞ്ഞിറങ്ങിയതിന് ശേഷം അമേരിക്കയിൽ നിലവിലുള്ള അദ്ദേഹത്തിന് ലഭിക്കാവുന്ന മേൽവിലാസത്തിലെല്ലാം ചർച്ചുകളിൽ എഴുത്തെഴുതി ചോദിച്ച് അതിന് ലഭിച്ച മറുപടിയെ ആസ്ഥാനമാക്കിയിട്ടാണ് അവസാനം അദ്ദേഹം പോയൊരു ചർച്ച തുടങ്ങിയത്. ഭയങ്കര ജനസംഖ്യയായിരുന്നു എന്ന് പറഞ്ഞാൽ ജനം ഒഴുകുകയായിരുന്നു. അവിടെയും 60% ഇപ്പോൾ അറ്റൻഡൻസ് കുറഞ്ഞിരിക്കുന്നു. ഇവിടെ പോയവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടുന്ന് ഒന്നും മനസ്സിലാക്കിയില്ല. എന്തോ എന്നിൽ ഒരു വാക്വം എന്ന് പറഞ്ഞാൽ ഒരു പൊള്ളയായ ഒരു ഭാഗമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് എന്നെ ഒന്നും തൃപ്തിപ്പെടുത്തുന്നതായിട്ട് എനിക്കൊന്നും ലഭിച്ചില്ല. ചിലർ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ സ്വന്തമായിട്ട് വേദപുസ്തകം TV-യിലൂടെ തന്നെ വരുന്ന മറ്റ് പല സന്ദേശങ്ങളിലൂടെയും മറ്റ് പല ക്ലാസ്സുകളിലൂടെയും മനസ്സിലാക്കുന്നു, ഞാൻ സന്തോഷവാനാണ്. ഇത് കൊണ്ടുപോകുന്ന ഒരു ഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിച്ച ദൈവസഭയുടെ രീതിയിലേക്കല്ല ഇതിപ്പോൾ പൊളിഞ്ഞപ്പോഴും പിന്നെയും പോകുന്നത്. കാരണം മനുഷ്യൻ വെച്ചൊരു മോഡൽ വർക്ക് ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ജനം ശിഥിലമായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന വഴിയിലെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് ശരിയെന്നൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല. അവർക്ക് അറിവുള്ളത് അവർ ശരിയാണെന്ന്, ലഭിക്കുന്ന അറിവ് ശരിയാണെന്ന് കരുതി അവർ മുന്നോട്ട് പോവുകയാണ്. ഇനിയത്തെ ചർച്ചിൻ്റെ ഗതിയും ഇത് തന്നെയാണ്. എൻ്റെ തിരിച്ചറിവിൽ സഭയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായ വസ്തുത അവിടെ നമുക്ക് ലഭിക്കേണ്ട ഫെലോഷിപ്പാണ്. മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു
കൂട്ടായ്മയുടെ അനുഭവമാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. അതിനൊരു വലിയ ജനസംഖ്യയൊന്നും വേണമെന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 10-ൽ താഴെ അംഗങ്ങളെ ആണ് അവിടെ വീണ്ടും സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയും മതി ഒരു സമൂഹത്തിന്. പക്ഷേ നമ്മൾ ഇത് കണ്ടിട്ട് വരുന്നത് കൊണ്ട് നമുക്കിത് വേണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതുണ്ടെങ്കിലേ ശരിയാവും. അതൊരു മാസ്മരിക ലോകമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കണ്ടാൽ ആർക്കും പോകാൻ തോന്നും. കാരണം ചെന്നാൽ നമ്മൾ ഈ വലിയ ഇംഗ്ലീഷ് മ്യൂസിക്കുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിലുള്ള ഒരു സംഗീത അനുഭവം, അത് 1 മണിക്കൂറോ 2 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന, അതിന് വേണ്ട എല്ലാ ശബ്ദ ക്രമീകരണങ്ങളും ലൈറ്റിൻ്റെ ക്രമീകരണങ്ങളും എല്ലാ സംഗതികളും ക്രമീകരിച്ച് കോടികൾ ചിലവാക്കിയ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് കാണുമ്പോൾ ആർക്കായാലും ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ള ഒരു സംഗതിയൊക്കെ നമുക്ക് ലഭിക്കുക. എല്ലാ ഞായറാഴ്ച ഇത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു സൗകര്യമാണ്. അതൊക്കെ അനുഭവിച്ച് അത് കഴിഞ്ഞ് കേൾക്കുന്നതോ നിങ്ങൾ നാളെ നന്നാവാൻ പോകും. ദൈവം നിങ്ങളെ നന്നാക്കാൻ പോകുന്നു. ഇതാണ് എല്ലാ ആഴ്ചയും ഇങ്ങനെ കേൾക്കുന്നത്. ഇത് മാറിയും തിരിഞ്ഞും ഏതാണ്ട് ഇതേ സാധനം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. യേശുക്രിസ്തു ഒരിക്കലും ഇതിനകത്ത് വരത്തുമില്ല. ഈ മോഡലാണ് തകർന്നത്. മനസ്സിലാക്കിയിരിക്കുക, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന് ഫെലോഷിപ്പ്. ക്രിസ്തുവിലുള്ള ബന്ധത്തിൽ നമുക്ക് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് ഫെലോഷിപ്പാണ് ഏറ്റവും ആദ്യമായിട്ട്. ഇതിന് മാത്രമാണ് സഭയുടെ അത്യാവശ്യം. ബാക്കി എന്ത് നമുക്കിപ്പോൾ അല്ലാതെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരു പഠനം വേണോ, ആവശ്യം പോലെ ബൈബിൾ ക്ലാസ് ഏത് ഭാഷയിൽ വേണോ. ഇപ്പോഴത്തെ സൗകര്യം എന്ന് പറഞ്ഞാൽ പരിഭാഷപ്പെടുത്താനുള്ള സൗകര്യമായി കഴിഞ്ഞു. മുമ്പെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് കേൾക്കണ്ടെന്നൊക്കെ പലർക്കും പറയാമായിരുന്നു. ഇപ്പോൾ അതിന് രക്ഷയില്ല. ഇംഗ്ലീഷ് എടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഭാഷയിൽ, ഇഷ്ടമുള്ള ഭാഷയിൽ ഇഞ്ഞ് തരിക. അപ്പോൾ ആ ഒരു ഒഴിവൊഴിവും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകെ വേണ്ടത് ഫെലോഷിപ്പാണ്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കുക, ഫെലോഷിപ്പാണ് ദൈവസഭയെ നിലനിർത്താൻ അത്യന്താപേക്ഷിതം. എന്തിനാണ് നമുക്ക് സമൂഹമായിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിന് വേണ്ടി എത്ര തവണ പൗലോസ് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ? തൻ്റെ പ്രസംഗം നന്നായി വരാൻ വേണ്ടി എത്ര തവണ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മുറിയിലിരുന്നുകൊണ്ട് വീഡിയോ വഴി ഇങ്ങനെ കുറേ സംഗതി ചെയ്യാം. എനിക്ക് പ്രാർത്ഥന വല്ലതും കിട്ടുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും ഫെലോഷിപ്പ് കിട്ടുന്നുണ്ടോ? ദൈവസ്നേഹം വേറെ ഏതെങ്കിലും വഴിക്ക് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ടോ? ഒന്നുമില്ല. നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനാണ് സുവിശേഷം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളെ സുവിശേഷം പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിനാണ് ഞാൻ ആ സഭയുടെ കാര്യം പറഞ്ഞത്. ഇനി മറ്റൊരു വസ്തുത, നമ്മളിവിടെ വർഷാന്തര യോഗം അല്ലെങ്കിൽ ആണ്ടർതി യോഗമെന്നോ വാച്ച് നൈറ്റ് പറയാമെന്നൊക്കെ പറയുന്ന സംഗതിക്ക് നമ്മൾ ഒത്തിരി മാറ്റങ്ങളെ വരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 12 മണിയാകുമ്പോഴുള്ള ആ സംവിധാനമില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര പേർക്ക് ഓർമ്മയുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളോ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റ് പറ്റുമെങ്കിൽ കണ്ണടച്ചുകൊണ്ട് തന്നെ തൊഴുത്തിലേക്ക് പോയി നോക്കുന്നവരെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 1 2 3 4 സിനിയില്ലല്ലേ? സിനിയില്ല, സിനി മാറി. ഇതെവിടുന്ന് വന്നോന്ന് ഓർമ്മയുണ്ടോ? അറിയാമോ? ഇല്ല. കണി എന്ന് പറയുന്ന സംഗതി എവിടുന്നാണ് വരുന്നതെന്ന് മനസ്സിലാവുമോ? കണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിഷുക്കണി. അതിൻ്റെ ഒരു ഉത്സവ ദിവസം കാണുന്ന സംഗതിയാണ്. ഏതാണ്ട് സെയിം അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നല്ല യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴോ ഒരു ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോഴോ പ്രത്യേകിച്ച് ഒരു ദിവസം ആരംഭിക്കുമ്പോഴോ ഒക്കെ നല്ല കണികൾ ലഭിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വേദമുണ്ട്. പ്രത്യേകിച്ച് ചിലപ്പം സിനിമ കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ പഴയ നമ്പൂതിരിമാരെവിടെങ്കിലും ശുഭയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ആ യാത്രയ്ക്ക് തെക്കോട്ട് ഇതിനെ എതിപ്പെന്ന് പറയും, കണിയായിട്ട് ലഭിക്കാൻ, യാത്രയ്ക്ക് ഒരു കണി ലഭിക്കാൻ വേണ്ടി അഭിസാരികമാരെ, മനസ്സിലാവുമല്ലോ അല്ലേ? അതെ, അവരെ കൊണ്ട് നിർത്തും. അത് നല്ല കണിയായിട്ടാണ് പറയുന്നത്. എല്ലാ മൃഗങ്ങളും നല്ല കണിയല്ല, പശു നല്ല കണിയാണ്, അതിനായി തൊഴുത്തിൽ പോയി നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ സകല സൗഭാഗ്യങ്ങളുടെയും
കേന്ദ്രമാണ് ആ വിശ്വാസത്തെ സംബന്ധിച്ചോളം പശു. മനസ്സിലായില്ലേ? അപ്പോൾ ക്രിസ്തീയ വിശ്വാസിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ ചിന്തിച്ചുകൊണ്ട് ആരംഭിച്ചാൽ അവൻ്റെ ഒരു ദിവസത്തേക്കുള്ള സകലതും അവിടെ കിട്ടുക. അവൻ ദൈവത്തിൽ നിന്നാണ് പ്രാപിക്കുന്ന. പേഴ്സണലി ഓരോ വിശ്വാസിയും ദൈവത്തിൽ നിന്നാണ് പ്രാപിക്കുന്നത്. ഇനി അത് ഈ ഒരു വർഷാന്തര യോഗം അല്ലെങ്കിൽ ആണ്ടത യോഗത്തിന് ഇതിന് ഒത്തിരി പരാജയങ്ങളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പരാജയം ഒരു വാക്യവും കൊണ്ട് ഒരു വർഷം ജീവിക്കുന്ന ദൈവമക്കളെ. എന്ന് ഏത് പ്രശ്നം വന്നാലും ഈ ചുരുട്ടി വെച്ചേക്കുന്ന സാധനം വേദപുസ്തകത്തിൽ നിന്ന് എടുക്കും, വായിക്കും, ഇളക്കി. അതിലെന്തെങ്കിലും കഷ്ടതയുടെ ഒരു വാക്യമെങ്കിലും ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല, എഴുതിയിടുന്നതും കണ്ടിട്ടില്ല. നമുക്ക് വരം ലഭിച്ചേക്കുന്ന എന്തിനു വേണ്ടിയാ? കഷ്ടം അനുഭവിക്കാൻ വരം ലഭിച്ചേക്കുന്നു. ഇത് ഇവൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നാൽ ഇത് പിടിക്കും, ഈ സാധനത്തിൽ പിടിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം. ദൈവത്തിന് സ്വാഗതം. ഇനി ഇതിൻ്റെ ഉത്ഭവം കൂടെ ഞാൻ പറയാം. ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഗവേഷണം നടത്തി. വെസ്ലിയൻ വാച്ച് നൈറ്റ്സ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിലാണ് ഏതാണ്ട് ഇതിനൊരു പ്രചാരം ലഭിച്ചത്. മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകരായ ജോൺ വെസ്ലി എന്നാണ് മറ്റ് പലരും ഇതിനെ പഠിച്ചത്. അങ്ങനെയാണ് ഈ സംഗതിയെക്കുറിച്ചൊരു റെക്കോർഡ് വേദപുസ്തകത്തിലുള്ളത്. പുറത്ത് ചരിത്രത്തിലുള്ളത്. ഇനി മാർട്ടിൻ ലൂതറിന് മുമ്പേ തന്നെ അവരുടെ വിശ്വാസവുമായിട്ട് അല്ലെങ്കിൽ കത്തോലിക്ക സഭയുമായിട്ട് പിണങ്ങിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർ ഇത് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അവർ ചെയ്യാറുണ്ടായിരുന്നതിന് മറ്റൊരു വ്യത്യസ്തമായ രീതി. ഇവരും ഈ വെസ്ലി സമൂഹമൊക്കെ ചെയ്തിരുന്ന മറ്റൊരു രീതിയാണ്. എന്ന് വെച്ചാൽ അവർ യേശു ക്രിസ്തു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതുപോലെ അവർ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചും അവരുടെ കുറവുകളെ ഏറ്റുപറഞ്ഞും സമയം ചെലവാക്കുക. ഇതായിരുന്നു അവരുടെ രീതി. അതിൽ നിന്ന് നമ്മൾ എത്രമാത്രം പുരോഗമിച്ചെന്ന് മനസ്സിലാക്കണമല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു പല വർഷാന്തര യോഗങ്ങൾ. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ വർഷാന്തര യോഗത്തിന് ഉള്ള അറ്റൻഡൻസ് വേറെ ലോകത്ത് ഒരു മീറ്റിങ്ങിന് നമ്മുടെ പെന്തക്കോസ്ത് സഭകളെ കാണത്തില്ല. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ അത് വിട്ടുപോയാൽ നിങ്ങൾക്ക് എന്തോ ഭയങ്കര സംഗതി സംഭവിച്ചതുപോലെ നമ്മൾ അതിനെ കരുതിയിരുന്നത്. ഞാനത് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു യോഗം കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിന് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നും വരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം നിന്ന് നമുക്കന്ന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഇനി അന്ന് സാക്ഷി പറഞ്ഞില്ലെങ്കിലോ അവൻ്റെ ജീവിതം കട്ടപ്പോകാം. എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ, ഞാൻ ഇതുവരെ ഇത്രയും വർഷം ഇരുന്ന ഈ സംവിധാനമുള്ള സ്ഥലത്ത് പോയിരുന്നിടത്തിൽ ഒരൊറ്റ യോഗത്തിന് ഒരാൾ മാത്രം സാക്ഷി പറഞ്ഞു. അവൻ സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാകി കളഞ്ഞു. പിന്നാലെ എന്ന് പറഞ്ഞാൽ കാണുന്നവരെല്ലാം ഇതിനെക്കുറിച്ച് ഓർപ്പിച്ച്, ഒന്നാമത് ഈ എന്തുകൊണ്ടാണ് പറഞ്ഞില്ലെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു അന്തർമുഖനായതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ആചാരമായിട്ട് മാറുക. ആചാരം മാത്രമല്ല, നമുക്ക് ആ ആചാരത്തിലൂടെ ഒരു വിശ്വാസം. എനിക്കിപ്പോഴും ലജ്ജ തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 12 മണി ആകാറാകുമ്പോഴത്തേക്ക് ഭയങ്കര വെപ്രാളമാണ്. പാസ്റ്റർ വാച്ച് ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാൻ ചിലപ്പോൾ വാച്ചൊക്കെ തിരിച്ച് പാസ്റ്ററെ കാണിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അന്നേരം ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ എഴുന്നേറ്റ് വന്നൊരു തകർപ്പ് തകർക്കണം. ഇതില്ലെങ്കിൽ ഏതാണ്ടെങ്കിൽ സംഗതി പോയതുപോലെ നമ്മുടെ വിചാരം. ഈ അന്ധവിശ്വാസത്തിൽ ജീവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നും. ഇനി ഇതിൻ്റെ കൂടെ അനുഷ്ഠിക്കുന്ന വേറൊരു സംഗതിയുണ്ട്, വേറൊരു പ്രഹസനം, പാദം കഴുകൽ. അതിൻ്റെ കൂടെ ചേർത്ത് പറയണമെന്ന് ആഗ്രഹിക്കരുത്. നിങ്ങൾ പ്രതിഷേധിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല ലക്ഷണമല്ലാത്ത 2-3 കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ 2-3 തവണകളായിട്ട്, ആഴ്ചയല്ല തവണകളായിട്ട്, ആലയവും പരിസരവും വൃത്തിയാക്കുന്ന ഒരു കുടുംബം, പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രത്യേക മീറ്റിങ്ങിന് വേണ്ടി ഉപകരണങ്ങൾ വന്ന് കഴുകേണ്ടി വന്ന
നടുവെടുക്കാൻ വയ്യാത്ത ഒറ്റയാൾ, ഉപയോഗത്തിന് ശേഷം അത് കഴുകാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവ്. ഭാര്യ മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടും അവരെ ഇവിടെ കസേര ഇരുത്തി ഉറക്കിയിട്ട് പാത്രം കഴുകേണ്ടി വന്ന ഒറ്റയാണ്. ഇതൊന്നും ശുഭലക്ഷണമല്ല, കൂട്ടായ്മയ്ക്ക് ശുഭലക്ഷണമല്ല. പാദം കഴുകലിലോട്ട് വരാം. പാദം കഴുകലിന് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത്, ഏറ്റവും അവസാനം ഞാൻ പങ്കെടുത്ത പാദം കഴുകലിൽ പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു, ആരും മുഖം നോക്കരുത്, ഇഷ്ടമുള്ളവരെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് തീർന്ന് ഇരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൊട്ടടുത്തിരുന്ന പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പാദം കഴുകാൻ പോയി. അന്നേ ദിവസം ഞാൻ വെളിയിൽ നിന്ന് 5 പാദം കഴുകി. ആരെയും ഞാൻ വിളിച്ചുകൊണ്ട് പോയതല്ല, എനിക്ക് സ്വയം ഞാൻ ഏറ്റെടുത്ത വെള്ളം ക്രമീകരിച്ച് വയ്ക്കുന്ന പണി ഞാൻ സ്വയം ഏറ്റെടുത്തത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒറ്റയ്ക്ക് വരേണ്ടി വന്ന 5 ഹതഭാഗ്യരുടെ പാദം ഞാൻ കഴുകി. അവരോടെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ ഇതേവരെ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പങ്കെടുക്കുമായിരുന്നു. പറഞ്ഞാൽ അവർക്കൊരു പ്രയാസം ഉണ്ടാകും. ഞാൻ രണ്ടാമതും ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് തന്നെ ഒരു പ്രയാസം ഒന്നും, അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇതേവരെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനതിൽ പങ്കെടുക്കുമായിരുന്നു. ഇത് ആദ്യത്തെ തവണയല്ല കേട്ടോ, ഏറ്റവും അവസാനത്തെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാ ഈ പ്രയോജനം? നമുക്കിന്നും അറിയാം, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് താടാന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷത്തോടെ ചെയ്യുന്നവരെ നമുക്കറിയാം, അല്ലേ? യവനൊക്കെ കിട്ടുന്നതിൻ്റെ പാത്രം കഴിയേണ്ട ആവശ്യം നമുക്ക് എന്തുവാന്ന് വിചാരിച്ച് നിൽക്കുന്നവരെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ചിലർക്ക് ഉടുപ്പെടുക്കാവുന്നൊന്നും ഇഷ്ടമല്ല, ആരാധനയ്ക്ക് വന്നാൽ അതുപോലെ തന്നെ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, സാരമില്ല. അതെല്ലാം നമുക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. പക്ഷേ ഇതും വെച്ചുകൊണ്ട് ഈ പാദം കഴുകൽ എന്ന് പറഞ്ഞ പ്രഹസനത്തിലോട്ട് വരരുത്. അതിനുവേണ്ടി വെച്ച ശുശ്രൂഷയല്ല. നമ്മുടെ കൂടെ ഉള്ള എല്ലാവരെയും അവരുടെ ദാസനായിട്ട് ശുശ്രൂഷിക്കാനുള്ള മനസാന്നിധ്യം നിനക്കുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവച്ചൊരു ശുശ്രൂഷ യേശു ക്രിസ്തു. ആദ്യം ചെയ്ത് കാണിച്ച ആരാ? നമ്മുടെ കാല് പോയിട്ട് ഏതെങ്കിലും ഉച്ചയെങ്കിലും കഴുകാനുള്ള യോഗ്യതയുണ്ടോ നമുക്ക്? ഇല്ല. അവിടെ നിന്നുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നെ. ഇതിൻ്റെ ഒരു അംശമെങ്കിലും ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ലോകത്തുള്ള സകലവൻ്റെയും കാല് കഴിയും. എന്നാലും ആ പിതാവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം അതിനോട് അടുത്തെങ്ങും എത്തത്തില്ല. കാര്യം നമ്മൾ അത്രയും താഴോട്ടൊന്നും വരുന്നില്ല. നമ്മൾ ഈ സ്ഥലത്ത് നല്ല താഴോട്ട് പോകുന്നുള്ളൂ. എവിടെ പോകാനാ? നമ്മൾ ആദ്യം പറഞ്ഞു, ഞാൻ പൊടി 7 പൊടി എന്നൊക്കെയാണ് പ്രാർത്ഥനയിൽ കയറ്റുന്ന സാധനങ്ങൾ. ഒരിച്ചിരി പൊടി ഇട്ടാൽ കാണാൻ പൊടി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വർഷാന്തര യോഗത്തിൻ്റെ ആരംഭം എന്താണെന്ന് മനസ്സിലായല്ലോ, അവർ ചെയ്തിരുന്ന രീതി എന്താണെന്ന് മനസ്സിലായല്ലോ. അവിടെ നിന്നാണ് മറ്റു പലരും ഇതെടുത്തത്. എന്ന് പറഞ്ഞാൽ വെസ്ലിയൻ സമൂഹം എന്ന് പറഞ്ഞാൽ മെത്തഡിസ്റ്റ് ചർച്ച് അത്ര നല്ല സമൂഹമായിട്ട് നമ്മൾ കരുതുന്നില്ല. കാരണം അവരെ വിശ്വാസ പ്രമാണവും മറ്റുള്ള വിശ്വാസികളുടെ വിശ്വാസ പ്രമാണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവർക്ക് വേദപുസ്തകം നല്ല മാറ്റമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് വെസ്ലിയൊക്കെ നല്ല ആൾക്കാരാണ്. പക്ഷേ പിന്നീട് ആ സഭയ്ക്ക് വന്ന മാറ്റങ്ങൾ അത്ര നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. അതുമല്ല, അവരാദ്യം വെച്ച വിശ്വാസ പ്രമാണത്തിന് ഒരു പ്രശ്നമാണ്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ അതിനായിട്ടൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു വീക്ഷണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം. ഇത് നമ്മൾ സ്വീകരിക്കുമെങ്കിലും വേണ്ടേ? അപ്പോൾ അവർക്കത് അതിൻ്റെ ആവശ്യം പോലും ഇല്ലാത്ത ഒരു വീക്ഷണമാണ് അവർക്കുള്ളത്, മെത്തഡിസ്റ്റ് ചർച്ച്. അവിടുന്ന് അത് ഈ ആഫ്രിക്കൻ സമൂഹത്തിൻ്റെ അമേരിക്കയിലുള്ള ചർച്ചുകളാണ് പിന്നീട് അതിനെ കൂടുതൽ ഏറ്റെടുത്തത്. അതേ രീതിയിൽ പിന്നീട് മറ്റു പലരും ഏറ്റെടുത്തു. അതിനൊരുപാട് മാറ്റങ്ങളായി. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ മൊറാവിയൻ സമൂഹം, അവരെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ ചെക്കോസ്ലോവാക്യയിലാണ് അവരാരംഭിച്ചത്. ഈ മാർട്ടിൻ ലൂതറിന് മുമ്പേ ഈ റിഫോർമേഷൻ ചിന്തയിലേക്ക് വരികയും സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചിലർ കൊല്ലപ്പെടുകയും ചെയ്ത സമൂഹമാണ് മൊറാവിയൻ. കത്തോലിക്ക പുരോഹിതന്റെ നേതൃത്വത്തിൽ ചിലർ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണ സവിശേഷത്തിൽ വിശ്വസിക്കുന്ന സമൂഹം അവിടെ ഉണ്ടായപ്പോൾ അവരെ പുറത്തു കളയുകയോ ചെയ്ത്. അത് മാർട്ടിൻ ലൂതറിന് മുമ്പേ ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിൽ അതിന് മാർട്ടിൻ ലൂതറാണ് തുടങ്ങിയത് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ മാർട്ടിൻ ലൂതറിനും പ്രചോദനം ലഭിച്ച സമൂഹമായിരുന്നു മൊറാവിയൻ. ഞാൻ ഇന്ന് പറഞ്ഞ പേരുകളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയാൽ സെർച്ച് ചെയ്യാം. ഈ പേരുകൾ ആരെങ്കിലും മറന്നുപോയാൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മറുപടി അയക്കും. എനിക്കതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്യുകയോ ചെയ്യാം. കാരണം ഈ വാട്സപ്പ് ഇറങ്ങിയ കാലത്ത്
അവർ കൊടുത്തിരുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യത്തിന് ഒരിക്കലും ഉപയോഗിക്കരുത്. അത്യാവശ്യത്തിന് നിങ്ങൾ മറ്റേ ഫോണേ ഉപയോഗിക്കാവൂ. ഇതിനകത്ത് ഇത്രയും സൗകര്യങ്ങളുണ്ട്, പക്ഷേ ഇത് ഒരു ഹോബിയായിട്ടേ ഉപയോഗിക്കാവുന്ന അന്നത്തെ ഓർമ്മയാണ്. അതുകൊണ്ട് ഇപ്പോഴും മനസ്സിൽ ഇത് കിടക്കുന്നതുകൊണ്ട് മറ്റേ ഫോണിലുള്ള മിസ് കോൾ വരെ കാണും, പക്ഷേ ഇതിനകത്ത് വന്ന മിസ് കോൾ പോലും പലപ്പോഴും കാണാറില്ല. അങ്ങനൊരു അപാകത വരുന്നുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ മൊറാവിയൻ സമൂഹത്തെ മറക്കരുത്. മാർട്ടിൻ ലൂതറിന് ഏതാണ്ട് 60 വർഷം മുമ്പ് അവരെ പ്രവർത്തനം തുടങ്ങിയാണ്. അവർക്ക് യൂണിറ്റി ഓഫ് ബ്രദറൻ എന്ന് പറയുന്ന ഒരു സമൂഹം ആയിട്ട് അവർക്ക് പേരും ഉണ്ടായിരുന്നു. അതിൽ പുരോഹിതനെ കത്തിച്ചു കളയുകയൊക്കെ ചെയ്തു ജീവനോടെ കേട്ടോ. മെത്തഡിസ്റ്റുകാരെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർ പ്രധാനമായിട്ടും അടിസ്ഥാനമാക്കുന്ന എന്ന് പറഞ്ഞാൽ വർഷാന്തര യോഗത്തിന് അടിസ്ഥാനമാക്കും. വർഷാന്തര യോഗം എന്ന് പറഞ്ഞാൽ അവർക്ക് വർഷാന്തര യോഗം മാത്രമല്ല, മാസാന്തര യോഗങ്ങളും ഉണ്ടായിരുന്നു. മാസത്തിൻ്റെ ആദ്യവും അവർ പൊതുവെ ഇത്തരം യോഗങ്ങൾ നടത്താറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പൂർണ്ണ രാത്രി മുഴുവനുള്ള പ്രാർത്ഥനകൾ അവർ നടത്താറുണ്ടായിരുന്നു. മത്തായി 25:13 ഉണർന്നിരിക്കാൻ പറയുന്ന വാക്യങ്ങളുണ്ട്. 25:13, 26:41 ഇതിലൊക്കെ ഈ വാക്യങ്ങളൊക്കെയാണ് അവർക്ക് അടിസ്ഥാനമായിട്ട് അവർ ഉപയോഗിച്ചു. 25:13, 26:41. മതി. അപ്പോൾ ഈ വാക്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. പറഞ്ഞാൽ അവർ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്കായിട്ടും അവരെ കുറവുകളെ ഏറ്റു പറയാനും വേണ്ടിയാണ് ഈ സമയം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ രാത്രി പ്രാർത്ഥനകളോട് നമുക്ക് ഒരിക്കലും എതിർപ്പില്ല. നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും അത്യാവശ്യമായിട്ട് ജനുവരിയിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പലവിധമായ എതിർപ്പുകൾ നമുക്ക് നേരിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഈ സമയത്ത് എന്തായാലും ഓർപ്പിക്കുകയാണ്, എനിക്കറിയാം സംഗതി ശുഭമാകുമല്ലോ. കാര്യം പുറത്ത് പറയണ്ടെന്നും കാണിക്കണ്ടെന്നും വിചാരിച്ച് ഒരു ചെറിയ പരുവ് കൊണ്ടാണെന്ന് സുഷ്മയ്ക്ക് ഇപ്പോൾ അത് വലിയൊരു വ്രണം അല്ലെങ്കിൽ അൾസർ പോലായി. ഇപ്പോൾ ദിവസവും പോയി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണമായ വേദനയും പഴുപ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ചില ദിവസങ്ങളെടുത്താലേ അത് ഭേദമാകൂ എന്നുള്ള അറിവാണ് നമുക്കിപ്പോഴും ലഭിക്കുന്നത്. ഇപ്പോഴും കുറയുന്ന ലക്ഷണത്തിലാണ്. ഇടയ്ക്ക് എമർജൻസി റൂമിലോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെയുള്ള സ്ഥിതിയിലെത്തിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് പറഞ്ഞ പല കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങൾ സംസാരിച്ചു. അതുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ചില അറിവുകൾ നിങ്ങളോട് പറയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒന്നിനെയും ഖണ്ഡിക്കാൻ വേണ്ടിയല്ല, അതിനുള്ളൊരാഗ്രഹമില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ അത് സ്വാഭാവികം എന്ന് മാത്രം പറയേണ്ടി വരും. ദൈവത്തിന് സ്വാഗതം. നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന ചില കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തില്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം ഞാൻ മുഴുവൻ കേൾക്കാത്തത് കൊണ്ട്. കാരണം നമ്മളതിൻ്റെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കും. മത്തായി 22:15. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. 19:20. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രയീമിൽ വെച്ച് യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷമായി, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവൻ പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞു. ഇതൊക്കെ സമയത്തെ സൂചിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ ചില വാക്യങ്ങളാണ് വേദപുസ്തകത്തിൽ. എന്ന് പറഞ്ഞാൽ ഏത് ഭരണകാലത്താണ് യേശു ജനിച്ചത്, ആ ഭരണകാലത്തിൽ തീർന്നപ്പോൾ യേശുവിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുന്ന ചില സൂചനകൾ. മനസ്സിലായില്ലേ? യേശു ക്രിസ്തുവിൻ്റെ പ്രായം അല്ലെങ്കിൽ ജനന ദിവസവും ഒക്കെ കണക്ക് കൂട്ടാൻ ആൾക്കാർ ഉപയോഗിച്ച വാക്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ചില ഇൻഫർമേഷൻ. ഇനി മറ്റൊരു ഇൻഫർമേഷനാണ് 1 ദിനവൃത്താന്തം 24:10. ഒരു ബന്ധമില്ലാത്തൊരു വാക്യമായിരിക്കും അല്ലേ? സാരമല്ലോ, വായിച്ചു. അത് തന്നെ. 8-ാമത്തേത് അബിയാവ്. ഇത് മാത്രം ഓർത്തിരിക്കുക. ഇനി ലൂക്കോസ് 1:5. രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സിറിയാവിന്റെ പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ മതി. അപ്പോ അബിയാക്കൂർ 8-ാമത്തെ കൂറാണ്
അബിയാക്കൂർ. എട്ടാമത്തേതാണ് നമ്മൾ വായിച്ചത്, അബിയാവിനും. അബിയാവിൻ്റെ കൂറാണ് ആര്? സക്കരിയാവ്. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ AD 70 ദൈവാലയം നശിപ്പിക്കപ്പെട്ടതിൻ്റെ കൃത്യം ദിവസം 2 രേഖകളിലുണ്ട്. യഹൂദന്മാരുടെ രേഖകളിലുമുണ്ട്, ജോസഫസിൻ്റെ രേഖയിലുമുണ്ട്. ഇവിടെ നിന്ന് പുറമോട്ട് വരുമ്പം, ഈ കൂറിൻ്റെ കണക്ക് വെച്ച് പുറമോട്ട് വരുമ്പം ഇദ്ദേഹം ശുശ്രൂഷിച്ച ദിവസം ഏകദേശം കൃത്യമായിട്ട് അവർക്ക് കണക്കെടുക്കാൻ പറ്റും. അവരങ്ങനെയാണ് കണക്ക് നോക്കുന്നത്. മനസ്സിലായില്ലേ? ഈ 2 സ്ഥലത്ത് നിന്ന് റിവേഴ്സ് പ്രോസസ് വരികയാണ്. രണ്ടാമത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തു മരിച്ച അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ദിവസം, ആ ദിവസം തീരുന്നത് പെസഹയുടെ ദിവസമാണ്. ആ പെസഹ ദിവസം കൃത്യമായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച വന്ന ദിവസം നോക്കിയിട്ട് ആ വർഷത്തിൽ നിന്ന് പുറകോട്ട് വരിക. ഈ 2 മാർഗങ്ങളാണ് സാധാരണ കണക്ക് കൂട്ടാൻ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതി. ഈ കണക്ക് കൂട്ടലിൽ കൃത്യം ദിവസത്തിലല്ല എത്തുന്നത്. കാരണം നമുക്കൊരു കാര്യം അറിയാം, ഈ ഗർഭകാലം കൃത്യമായിട്ട് വേദോത്സവം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഉറപ്പുള്ള അവസ്ഥയല്ല. ഏകദേശ സമയം പറയാൻ പറ്റും. എന്നാൽ വളരെ കൃത്യമായിട്ട് 9 മാസം വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ട്. ആ ഒരാളിനെ കുറിച്ച് ഞാൻ പറയാം. ജോസിഫസും തൽമൂദുമാണ് ദൈവാലയം നശിപ്പിച്ചതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്, ഡേറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്. ഈ 2 കണക്കുകളിലും നോക്കുമ്പോൾ 2 BC യേശു ക്രിസ്തു ജനിച്ചതായിട്ടാണ് അവരെ കണക്കുകൾ എത്തുന്നത്. അതിന് പല ദിവസങ്ങളും പലരും പറയുന്നുണ്ട്. സെപ്റ്റംബർ 29 മുതൽ ജനുവരി 6 വരെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. ജനുവരി 6 പറയുമ്പോൾ അവർക്ക് മറ്റു പല കണക്കുകളും ഉണ്ട് കേട്ടോ. അതിനകത്ത് ആ കണക്ക് പറയാനുള്ള കാരണം. അപ്പോൾ സെപ്റ്റംബർ 29 മുതൽ, സെപ്റ്റംബർ അവസാനം, മാസത്തിൻ്റെ അവസാനം, അവിടെ മുതൽ ഈ പുതിയ നിയമ പൂർണ്ണ സുവിശേഷക്കാർ അല്ലെങ്കിൽ പെന്തക്കോസ്ത് അനുഭാവികളായിട്ടുള്ളവരൊക്കെ എടുക്കുന്ന ഒരു ഏകദേശ ദിവസം ഏതാണ്ട് സെപ്റ്റംബർ 29. അതിനുള്ള മറ്റൊരു കാരണമുണ്ട്. നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നതാണ് ഈ ഇടയന്മാർ പുറത്ത് താമസിച്ചു എന്നുള്ളത്. സാധാരണ കഴിഞ്ഞ ദിവസം നിങ്ങൾ സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല, സംസാരിച്ചാണ്. അപ്പോൾ അത് കാരണം ശൈത്യകാലത്ത് അങ്ങനെ താമസിക്കാൻ പറ്റത്തില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. കാര്യം ഒന്ന്, യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഈ ഓടിപ്പോക്ക് ശീതകാലത്താകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആ കാലത്താണെങ്കിൽ നിങ്ങൾ പകുതി പെട്ടുപോകും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സൂചന. യേശു ക്രിസ്തു അത് പറയണമെങ്കിൽ ആ കാലം എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായ കാലമാണ്, അല്ലേ? വേറൊന്നുമില്ല, ശൈത്യകാലം. ആ കാലത്ത് ഓടിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷേ ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? യോസഫും മറിയയും കൂടെ യാത്ര ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാൻ വലിയ പ്രശ്നമില്ലാത്തൊരു കാലമാണെന്നും നമ്മൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആ ഡേറ്റിൻ്റെ ഒരു സമീപത്തോട്ട് എത്തുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു സംശയം കൂടെ സാധാരണ ഉള്ളത്, ഞാൻ ഒരു ജനറൽ കുറച്ച് ഐഡിയ തരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു ദീർഘമായൊരു ക്ലാസ്സിന് വേണ്ടിയുള്ള സമയമല്ല, മറ്റു സമയത്ത് വേണമെങ്കിൽ നമുക്ക് സംശയങ്ങൾ തീർക്കാം. ഇനി ഡിസംബർ 25 കുറിച്ച് പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റൈൻ ഈ ഡേറ്റ് കൊണ്ട് ഫിക്സ് ചെയ്തെന്നുള്ളതാണ് ഒരു വാദം കേൾക്കുന്നത്. മറ്റൊരു വാദം കേൾക്കുന്നത് സൂര്യൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിച്ച ദിവസം. അത് വളരെ ശരിയാണ്. സൂര്യൻ്റെ ജന്മദിനമായിട്ട് ഡിസംബർ 25-ഉം ഡിസംബർ 23 വരെ മറ്റു കുറേ ഫെസ്റ്റിവലും അവർ ആഘോഷിച്ചിരുന്നു. അതെ, കോൺസ്റ്റന്റൈൻ്റെ ആൾക്കാർ ആഘോഷിച്ചിരുന്നു. ഈ ഡിസംബർ 25-ഉം ഇവർ സൂര്യൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിച്ചിരുന്നു. ഈ കോൺസ്റ്റന്റൈൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ട് പോലും അദ്ദേഹം ആ സൂര്യനോടുള്ള തൻ്റെ താല്പര്യം വിട്ടുകളഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാണയങ്ങളിൽ അപ്പോഴും ഈ സൂര്യനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിലവിലുണ്ടായിരുന്നു. അതെല്ലാം കുഴിച്ചെടുത്തിട്ടുമുണ്ട്. ഇനി ഈ എല്ലാ വിശ്വാസ സമൂഹത്തിനും വന്നിട്ടുള്ള ഒരു അപജയം എന്താണെന്ന് വെച്ചാൽ, കാലാകാലങ്ങളിൽ ഈ സ്വാധീനമനുസരിച്ച് മറ്റ് സമൂഹങ്ങളിൽ നിന്ന് പലതും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട്. അതില്ലാത്ത ഒരു സമൂഹവുമില്ല. നമുക്കറിയാം, ഇതിൽ ഏറ്റവും അഡമൻ്റായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഇസ്ലാമിക സമൂഹമാണ്. തുർക്കി മുതൽ സൗദി അറേബ്യ വരെ നോക്കൂ, അല്ലെങ്കിൽ സൗദി അറേബ്യ മുതൽ ഇറാൻ വരെ നോക്കൂ. ഇറാനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കേട്ടു, അവിടുത്തെ ഖമനയി ക്രിസ്മസ് വിഷ് ചെയ്യാൻ ഏതോ വീടുകളിൽ പോയതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടു. വാർത്ത ശരിയാണോ എന്നറിയില്ല, എന്നാലും അപ്പോൾ ഇങ്ങനെ ഒരു സ്വാധീനം പുറത്തുനിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വാധീനം ആദ്യകാലത്ത് ക്രിസ്ത്യാനിറ്റിക്കും വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പലരും സംസാരിക്കുകയുണ്ടായി. ഇനി 440 സഭാപിതാക്കന്മാർ ഡിസംബർ 25
ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കണമെന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. സഭാപിതാക്കന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം സഭ ഏതാന്ന്. അന്ന് പറയപ്പെടാവുന്ന അല്ലെങ്കിൽ അറിയപ്പെടാവുന്ന സഭ ഏതേ ഉള്ളൂ. അതെ. ഇനി ഈ പേര് ഓർത്തിരിക്കണം, സെക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനസ്. ഇദ്ദേഹം 240 വരെ ജീവിച്ചിരുന്ന ഒരാളാണ്. സെക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനസ്. ഇദ്ദേഹമാണ് ഡിസംബർ 25 യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ട് കണക്ക് കൂട്ടി അവതരിപ്പിച്ചത്. കണക്കെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം കണക്കെന്നേ പറയാൻ പറ്റും, നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു കണക്കല്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ ഗർഭധാരണമായിട്ട് അദ്ദേഹം വെച്ചേക്കുന്ന മാർച്ച് 25 അങ്ങനെയാണ് അദ്ദേഹം ഡിസംബർ 25 ഇത് കൊണ്ടുവച്ചത്. അതിന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വിശ്വാസവും എല്ലാം കൂടി ഇടകലർന്ന ഒരു കണക്കൂട്ടിലാണ് അതിലാണ് കൊണ്ടെത്തിച്ചേക്കുന്നത്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ കോൺസ്റ്റന്റൈൻ ഇത് പറയുന്നതിന് മുമ്പേ ഈ ഒരു നിർദ്ദേശം എവിടുണ്ട്, നിലവിലുണ്ട്. ഡിസംബർ 25 എന്നുള്ള ഒരു നിർദ്ദേശം നിലവിലുണ്ട്. അത് എന്ത് സ്വാധീനിച്ചിട്ടാണെന്ന് നമുക്കറിയില്ല. ഇദ്ദേഹം പേരുകേട്ട ഒരാളാണ്. ക്രിസ്തീയ ചരിത്രം, യേശുക്രിസ്തു വരെയുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാലം വരെയുള്ള ചരിത്രം എഴുതിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ജൂലിയസ് ആഫ്രിക്കാനസ് എന്ന് പറഞ്ഞ ആൾ. നിങ്ങൾ ഈ എൻസൈക്ലോപീഡിയയിലും ഒക്കെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള രേഖകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തു നിന്നുമുള്ള പല സംഗതികൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്തത്, ക്രിസ്മസ് എന്ന് പറഞ്ഞ 225 ഡിസംബർ 25 അവർ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഏത് സ്വാധീനമാണ് കൂടുതൽ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തു നിന്നും ഈ ഒരു പൊതു സ്വാധീനം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് കൃത്യ ദിവസമല്ലെന്നുള്ള അറിയാവുന്ന സമൂഹം തന്നെയായിരുന്നു അന്നുണ്ടായിരുന്ന മിക്കപേരും. അപ്പോൾ ആരും ഈ ഒരു എഴുത്തുകളിലൊന്നും അത്രയും വിശ്വസിച്ചിട്ടല്ല, പക്ഷേ ആ ഒരു ദിവസം ആഘോഷിക്കണമെന്നുള്ളൊരു ആഹ്വാനം പല സ്ഥലത്തുനിന്നും ഉണ്ടായിരുന്നു. മനസ്സിലായത്? അങ്ങനെയാണ് ഈ ഒരു ദിവസം വരാൻ കാരണം. ഇനി ഒരു തെറ്റിദ്ധാരണയും വേണ്ട, നാളെ തൊട്ട് ഇത് ആഘോഷിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് മറുപടി പറയാനുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങൾ ആരും അടിച്ചേൽപ്പിക്കണ്ട. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ചെയ്യണം, പൂർണ്ണ അറിവുകളോടെ തന്നെ ചെയ്യണം. ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയാനുള്ളൊരു ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇത്രയും മാത്രം മതി. ഇത്രയും സംഗതികൾ മാത്രം മതി നിങ്ങൾക്ക് ഒരു നല്ല റിസർച്ച് ചെയ്യാനുള്ള സംഗതികളെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വാക്യം വായിച്ച് 1-2 കാര്യം മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. റോമാലേഖനം 12:1-2 സ്ഥിരമായിട്ട് പലപ്പോഴും വായിച്ചിട്ടുള്ള 2 വാക്യങ്ങളാണ്. റോമ 12:1-2. ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുഭവമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവജനം ഇല്ലാതെ തിരിച്ചറിയേണ്ടതിന് മനസ്സ് കുതിക്ക് രൂപാന്തരപ്പെടും. ദൈവത്തിന് സ്വാഗതം. ഈ ലോകത്തിന് അനുഭവമാകാതെ എന്ന് പറഞ്ഞ ആ സാധനം എടുത്താൽ നിങ്ങൾക്കറിയാം, ഒരു കേരളത്തിലെ ഒരു സാധാരണ പ്രസംഗപീഠത്തിൽ നിന്ന് വരാൻ പോകുന്ന ഐറ്റം എന്തൊക്കെയാണ്? ഈ ലോകത്തോട് അനുരൂപമാകാതെ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെന്ന് പറയുന്നത് ഒരു ഏകദേശ രൂപം ആരുടേതായിട്ടാണ് ഉണ്ടാക്കിയതെന്ന്? ദൈവത്തിൻ്റെ രൂപം. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് നിഷ്പ്രയാസം കണ്ടെത്താൻ പറ്റുന്ന ഉത്തരം ഏറ്റവും അവസാനമായിട്ട് ആ പദ്ധതിയുടെ അവസാനമായിട്ട് യേശുക്രിസ്തുവിന് വന്നിറങ്ങേണ്ട വേഷമായത്. ഞാനിതുപോലൊന്ന് സൃഷ്ടിക്കാമെന്ന് വെച്ചു, വേറൊരു ചന്ദ്രനോ അതുപോലെ ഒരു സാറ്റലൈറ്റിനകത്ത് ഒരു ലോകമൊക്കെ സൃഷ്ടിച്ച് അവിടെ മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ച് അവരെ രക്ഷിക്കാനായിട്ട് ഞാൻ പോകണം അവസാനം മനുഷ്യനായിട്ട്. അപ്പോൾ ആ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഞാൻ കുരങ്ങ് രൂപത്തിൽ സൃഷ്ടിക്കൂ? ഇല്ല, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്. ഇത് എപ്പോഴും ആരുടെ അനുരൂപമായിട്ടാണ് ഇരിക്കുന്നത്? ഈ ബോധ്യമാണ് നമുക്ക് ആദ്യം വേണ്ടത്. എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു വീട് പോയി ഇപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് വീട് വൃത്തിയാക്കുക. ഒത്തിരി ഫോട്ടോകൾ അവിടെ കയറിയിട്ടുണ്ട്. മീശയില്ലാത്ത താടി കുറേ ഉണ്ട്, അതെല്ലാം നിങ്ങളെടുത്ത് എറിഞ്ഞു. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ തീയും കത്തിച്ച് വെച്ചേക്കുന്നത് പോലെ ഇരിപ്പുണ്ട്.
നിങ്ങളത് എടുത്തിട്ട് ചവിട്ടു. എന്തോ ഒരു അദൃശ്യമായ ഒരു ചെറിയൊരു സംഗതി അതിൻ്റെ കൂടെ നമുക്കുണ്ട്. നമുക്കറിയാം ഇത് ആ പടമല്ലെന്ന് നമുക്ക് തീർത്തും അറിയാം. പക്ഷെ എന്നാലും നമ്മളതിനെ ഒരല്പം ബഹുമാനമായിട്ട് കൈകാര്യം ചെയ്യും. ഇത്രയും നമുക്ക് ഈ സംഗതിയോടുണ്ടെങ്കിൽ ഈ സംഗതിയോട് എന്താ വേണ്ടേ? ഈ സംഗതികളോട് എന്താ വേണ്ടേ? ഇത്രയും കാണിച്ചാൽ മതി. ലോകത്തോട് അനുരൂപമാകുക. ഇതുകൊണ്ട് ഒത്തിരി സംഗതി വരുന്നത്. ഒരൊറ്റ സംഗതിയോടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. അപ്പോസ്തലന്മാർ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം ഏറ്റവും അവസാനമായി സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൻ്റേതായിട്ടുള്ള പർപ്പസ് സെറ്റ് ചെയ്തത് എന്താണ്? നമ്മൾ പർപ്പസ് മനസ്സിലായില്ലല്ലേ? ജോലിയൊക്കെ കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കല്യാണപ്രായം ആയി കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യുന്ന സംഗതിയുണ്ട്. ഒരു പതുക്കെ എങ്ങോട്ടെങ്കിലും കയറിപ്പോകണം, അല്ലെങ്കിൽ PSC 2 പരീക്ഷ എഴുതി ഒരു ജോലി സംഘടിപ്പിക്കണം. ഇതൊക്കെയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാർ യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവരുടെ ലൈഫിൽ സെറ്റ് ചെയ്ത ഗോൾ എന്തായിരുന്നു? അവരോരോ യാത്രയും ചെന്ന് അവസാനിച്ച് എന്തിലായിരുന്നു? അവരെ ജനിപ്പിച്ച ആൾക്കാർ ഓരോ സ്ഥലത്തും ചെന്ന് അവസാനിച്ച് എന്തായാലായിരുന്നു? സുവിശേഷത്തിലായിരുന്നു. നമ്മളെ ഇത് പതിയെ ഒരു ഉടുപ്പിനകത്ത് പിടിച്ചു നിർത്തും. താണ്ട് ചുരിദാർ കീറിയിട്ടുണ്ട് വരുന്നു, അവിടെ ഒട്ടുന്ന പാൻറ് ഇട്ടേക്കുന്നു, ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സുവിശേഷം അവിടെ പോയി. നാളെ ഇറങ്ങി സുവിശേഷം പറയാൻ ആഗ്രഹിച്ചു തുടങ്ങ്. ഈ പറയുന്നതല്ല, ഞാൻ അതിനൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിക്കാൻ എന്തോ ഉണ്ടോ അതെല്ലാം ക്രമീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ മക്കളെയും മക്കളെയും വരെ നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ ക്രമീകരിക്കും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാര്യം ഓരോ നടപ്പും ഇങ്ങനെ ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്തേക്കല്ലേ. ഈ ലോകത്തോട് അനുരൂപമാകരുത് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഈ ലോകത്തിലുള്ളത് മുഴുവൻ വെട്ടിപ്പിടിച്ച് ഇവിടെ അനുഭവിക്കാവുന്ന സകല സുഖങ്ങളും അനുഭവിച്ച് ഇവിടെ അവസാനിക്കുക എന്നുള്ളതാണ് ആ ലോകത്തിൻ്റെ ലക്ഷ്യം. നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം ഇതല്ല. ഈ ലോകത്തിലുള്ള സകലമാന മനുഷ്യരെയും വെട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ക്രിസ്തുവിനോടൊപ്പം അവസാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ 2 സംഗതികൾ മാത്രം ഒറ്റ ഒരു തെരഞ്ഞെടുപ്പിൽ മാറ്റി പിടിച്ചാൽ മതി. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നെക്കുറിച്ച് യേശുക്രിസ്തു ആഗ്രഹിച്ച ആ പ്രവൃത്തി ചെയ്യണമെന്ന് മാത്രം തീരുമാനിക്കാം. വേറെ ഒരു സാധനവും അതിൻ്റെ കൂടെ ചേർക്കണ്ട. പത്രോസ് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതേ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ. ജ്ഞാനം വന്നെന്ന് എങ്ങനെ അറിയാം? ജ്ഞാനം വന്നെന്ന് എങ്ങനെ അറിയാം? അജ്ഞാനകാലത്തുള്ള കാലം മാറി ജ്ഞാനകാലം വന്നു. ജ്ഞാനം വന്നു എന്നെങ്ങനെ അറിയാം? മോഹം മാറും. ഒരു ഭാര്യ വേണമെന്നുള്ള മോഹം തെറ്റല്ല. ആ ഭാര്യയിൽ കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് പറഞ്ഞ മോഹം തെറ്റല്ല. ആ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തണമെന്നും ഉള്ളത് തെറ്റല്ല. ജീവിക്കാനൊരു വീട് വേണമെന്ന് പറഞ്ഞത് തെറ്റല്ല. പക്ഷേ ജ്ഞാനകാലത്തുണ്ടാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മോഹം എന്നെ എൻ്റെ സൃഷ്ടാവ് എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ അത് ചെയ്ത് അവസാനിപ്പിക്കണം. ഈ ഒരൊറ്റ മോഹം മാത്രം ജീവിതത്തിൽ നിർത്തുക ഏറ്റവും മുന്നിൽ. ബാക്കിയുള്ളതൊക്കെ അതിന് പുറകെ വരിക കേട്ടോ. ഇനി ഒരു കാര്യം കൂടി എന്നോട് ബന്ധപ്പെട്ട് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സുവിശേഷകന്മാർ ജോലി ചെയ്യരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുക, പൗലോസ് ഒരു ദിവസമെങ്കിലും കൂടാരപ്പണിക്ക് പോകും. ജീവിതത്തിൽ പോകും. നിങ്ങളൊരു തിരിച്ചറിവിന് വേണ്ടി ഞാൻ പറഞ്ഞത്.
എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, നിങ്ങൾക്ക് അത് എടുക്കണമെന്നില്ല. എൻ്റെ വിശ്വാസത്തിൽ ഈ പറഞ്ഞേക്കുന്ന വിശ്വാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റോമാലേഖനത്തിൽ പറഞ്ഞേക്കുന്ന പൗലോസ് യേശു ക്രിസ്തുവിന് അവൻ ജോലി ചെയ്യുന്ന ഒരു നിമിഷമെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ജീവിതത്തിൽ പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും അവൻ ചെയ്യത്തില്ല. നമ്മളെ ആരും പറ്റിക്കാനിടയാകരുത്. നമ്മൾ സ്വതന്ത്ര ജീവികളാണ്. വചനം വായിക്കുക, ബോധ്യപ്പെടുക, നമ്മളൊരു സമൂഹമായിട്ട് ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ട് ജീവിക്കുക. ഇതാണ് ലോകത്തിൽ ആവശ്യം. കാരണം ഇനിയുള്ള ലോകത്ത് സഭ നിലനിൽക്കണം. ഇനിയുള്ള ലോകത്ത് സഭ നിലനിൽക്കണം. ആര് ലൈസൻസ് തന്നില്ലെങ്കിലും എനിക്കിപ്പോൾ സിജോയുടെ വീട്ടിലോട്ട് പോവാം, ആരും ചോദിക്കത്തില്ല. ഞാൻ അവിടെ നിന്ന് വേദോത്സവം വായിച്ച് ഞങ്ങൾ രണ്ടുപേരുടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരും. ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ചിലപ്പോൾ സഭ അവിടെ ഉണ്ട്. ഇങ്ങനെയാണ് സഭ നിലനിർത്തേണ്ടത്. നമുക്ക് പീഡനകാലം നമ്മുടെ മുമ്പിൽ വളരെ അടുത്താണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ എളുപ്പം പറയാം. ഒരു മതത്തെ ലോകത്തെ നിരോധിക്കണമെങ്കിൽ എന്ത് ചെയ്തേ വെക്കൂ? എല്ലാ മതത്തെയും ഒരുപോലെ കണ്ടേ വെക്കൂ. ജനാധിപത്യ സമൂഹത്തിൽ അത് ചെയ്യേണ്ടി വരും. ഒരു മതത്തെ സ്ക്രൂട്ടണിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഡിറ്റിനോ വിധേയരാക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ മതത്തെയും അതിന് വിധേയരാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ അല്ല പീഡനകാലം നമുക്ക് വളരെ അടുത്തായിരിക്കും. അന്ന് ദൈവസഭ നിലനിൽക്കാൻ നമ്മൾ ഇന്നേ തയ്യാറായിരിക്കണം. പഴയ കാലത്തെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ രീതികളുമായിട്ട് നമ്മൾ പോയാൽ സഭ ഈ ലോകത്ത് നിലനിൽക്കാതെ വരും. ശേഷിക്കുന്നൊരു സമൂഹം എല്ലാ കാലത്തും ഉണ്ടാവും, പക്ഷെ അതിൽ നമ്മളും ഉണ്ടാകണം. ദൈവവചനങ്ങൾ അങ്ങനെ